ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും സംശയം ഒരുപാട് നാളായിട്ട്, അതായത് നമ്മുടെ RRB ടീച്ചർ എക്സാം കഴിഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ RRB എക്സാം എഴുതി കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ മാർക്ക് ഷീറ്റ് വന്നിട്ടുണ്ട്. കട്ട് ഓഫ് ഒന്നും വന്നിട്ടില്ല. കട്ട് ഓഫിനെ കുറിച്ച് പറയാമില്ല. ഓക്കെ, മാർക്ക് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. എല്ലാവരുടെയും പ്രൊഫൈലിൽ അവരുടെ മാർക്ക് വന്നിട്ടുണ്ടാവും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവര് അത് കണ്ടതിന് ശേഷം നിങ്ങളുടെ മാർക്ക് എത്രയുണ്ടോ നിങ്ങൾ കൂട്ടി നോക്കുക. ഓക്കെ, നിങ്ങൾ കട്ട് ഓഫ് കയറിയിട്ടുണ്ടോ, കട്ട് ഓഫ് കയറിയിട്ടില്ല എന്ന് നിങ്ങൾ ടാറ്റിൽ സെക്കൻഡ് TSTയിലേക്ക് നിങ്ങൾക്ക് പെടാമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണുന്നവര്, ഈ വീഡിയോ കയ്യിലേക്ക് എത്തുന്നവര് തീർച്ചയായിട്ടും ഫസ്റ്റിലെ ഇത് ലൈക്ക് ചെയ്യുകയും ഇത് ഹൈപ്പ് ചെയ്യുകയും ചെയ്യുക. കാരണം വേറൊന്നിനും വേണ്ടിയിട്ടില്ല, എല്ലാവരിലേക്കും, എഴുതിയ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിപ്പെടുന്നതിന് വേണ്ടിയാണ്. അത് യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, ഇഷ്ടമുണ്ടെങ്കിൽ മതി, പറഞ്ഞു വന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഈ എക്സാം എഴുതി മാർക്ക് വന്നു, ഇനി ഞാൻ അടുത്ത TSTയിലേക്ക് അല്ലെങ്കിൽ ടാറ്റിലേക്ക് എത്തിപ്പെടുമോ? എന്താണ് അതിന്റെ മാനദണ്ഡം? ഇനി ടാറ്റ് ആണെങ്കിൽ എന്താണ് ടാറ്റ്, അല്ലെങ്കിൽ TST എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ചിലപ്പോൾ ഇച്ചിരി നീണ്ടുപോയിരിക്കും, എന്നാലും പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എഴുതിയിട്ടുള്ളവര്, മാർക്ക് വന്നിട്ടുള്ളവര് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് ഇരുന്ന് കാണുക. ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ട്, ഇതിൽ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ മെസ്സേജിലൂടെ, വാട്സപ്പ് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയോ അല്ലെങ്കിൽ വിളിച്ചോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എടുത്ത് കറക്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഈ വീഡിയോ കാണാൻ മാത്രമേ, അത് കമന്റിലൂടെ ആയിരുന്നാലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാലും ഉത്തരം കിട്ടത്തുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഇപ്പോൾ ഒരു സ്വഭാവമുണ്ട്, ജസ്റ്റ് തമ്പനയിൽ നോക്കുക, ജസ്റ്റ് പിന്നെ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ വിളിച്ചോ ചോദിക്കുക എന്നുള്ളത്. നിങ്ങൾ ആ വീഡിയോ ആദ്യം കാണുക, മനസമാധാനത്തോടു കൂടി. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ, അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്, അരമണിക്കൂർ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2-3 തവണയായിട്ട് 2-3 സെക്ഷനായിട്ട് നിങ്ങൾ കണ്ടോളൂ, മനസ്സിലാവുമല്ലോ. അതിനുശേഷം അതിൽ പറയാത്ത എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം. വിളിക്കാതിരിക്കരുത്, വിളിക്കണം. അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും, തരുന്നതായിരിക്കും. അതിന് യാതൊരു മടിയും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഇനി നമ്മുടെ KVS, NVS, EMRS ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും, ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും TGTക്കും PGTക്കും അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. DSSSBയുടെ TGT, ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ സർവീസ് ബോർഡിന്റെ TGT ഏകദേശം 5000 പുറത്ത് പോസ്റ്റുകളുമായി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പുറകെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിവേ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുന്നു. ഓക്കെ, അതില് നിങ്ങൾ ഇപ്പൊ എഴുതിയ എക്സാം നിങ്ങളുടെ മാർക്ക് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നെഗറ്റീവ് 1/3 ആയിരുന്നു നെഗറ്റീവ്. ആ നെഗറ്റീവ് ഒഴിവാക്കിയിട്ട്, അതായത് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ, 3 ചോദ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ 1 മാർക്ക് നഷ്ടപ്പെടും. 1 മാർക്കല്ല, ഈ നെഗറ്റീവ് എന്ന് പറയുന്ന 1 മാർക്കും അതുപോലെ ആ തെറ്റിയ 3 ചോദ്യത്തിന്റെ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. സിമ്പിളായിട്ട് അത്രയും ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഓക്കെ, ഇതേ ബേസ് ചെയ്തിട്ട് എത്ര മാർക്കാണ് കുറഞ്ഞിരിക്കുന്നത് നോക്കി അത് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് അവിടെ കിട്ടുന്നത്. എക്സാമ്പിള്, നിങ്ങൾക്ക് 3 ചോദ്യമേ തെറ്റിയിട്ടുള്ളെങ്കിൽ 1 മാർക്ക്, അപ്പൊ നിങ്ങൾക്ക് ടോട്ടലായിട്ട് 50 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 50 ഉത്തരം ശരിയായിട്ടുണ്ട്, 50 എണ്ണം ശരിയായിട്ടുണ്ട്, 3 എണ്ണം തെറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 50-ൽ നിന്ന് 1 കുറയ്ക്കുക. നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 49. ഇപ്പൊ 6 എണ്ണമാണെങ്കിൽ 2 കുറയ്ക്കുക. ഓക്കെ, 12 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ 4 മാർക്ക് കുറയ്ക്കുക. അങ്ങനെ നോക്കിയാലും മതി. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ മാർക്ക് കണ്ടുപിടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, നമ്മുടെ 2024 വിളിച്ച RRB ടീച്ചറിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ മിനിമം പെർസെന്റേജ് ഓഫ് മാർക്ക് ഫോർ എലിജിബിലിറ്റി ഇൻ വേരിയസ് കമ്മ്യൂണിറ്റി അൺറിസർവ്ഡ് 40%, EWS 40%, OBC നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്തവര് 30%, SC 30%, ST 25%. അതുപോലെ തന്നെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കാറ്റഗറിയിലൊക്കെ ഉൾപ്പെടുന്ന PWD ദിവ്യാംഗനർക്ക് ഇതിൽ കൂടാതെ
2 മാർക്കും കൂടി ഡിഡക്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ്. അപ്പം നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 40 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സെക്കൻഡ് ടയറിന് ടാറ്റിന് TSTക്ക് പാസ്സായിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് മെസ്സേജ് വരും പ്രൊഫൈലില്. ഓക്കെ, അത് അൺറിസർവ്ഡ് ആണെങ്കിലും EWS ആണെങ്കിലും EWS അൺറിസർവ്ഡ് ആണെങ്കിലും അതുപോലെ തന്നെ EWS ആണെങ്കിലും 40 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണ് അടുത്ത കാറ്റഗറിയിലേക്ക്, അടുത്ത സെക്ഷനിലേക്ക്. ഇനി അതിൽ OBC നോൺ ക്രിമിലിയർ ആണെങ്കിൽ 30 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 100-ൽ 30 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. SC ആണെങ്കിലും 30 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എലിജിബിൾ ആണ്. ST ആണെങ്കിൽ 25 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക്, അടുത്ത കാറ്റഗറിയിലേക്ക്, അടുത്ത സെക്ഷനിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കട്ട് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നാമത്തത് നിങ്ങളുടെ മാർക്കിന്റെ നോർമലൈസേഷൻ ആണ്. അത് അവരാണ് ആ ക്രൈറ്റീരിയ തീരുമാനിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എക്സാം നടന്നത് 3 ദിവസമായിട്ടാണ്. 3 ദിവസമായിട്ട് എക്സാം നടക്കുമ്പോൾ അതിൽ 6 ഷിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം 6 തരം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നതെന്ന് ആലോചിക്കുക. അപ്പം 6 തരം ക്വസ്റ്റ്യൻസും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിന്റെ ക്വസ്റ്റ്യന്റെ രീതികൾ അത് എളുപ്പമായിരുന്നോ, സിമ്പിൾ ആയിരുന്നോ, ടഫ് ആയിരുന്നോ, വ്യത്യസ്തമായിരുന്നല്ലോ. അപ്പം അത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അവർ ബേസ് ചെയ്ത് എടുത്തുകൊണ്ട് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതൽ എടുക്കുന്നത്. ബേസ് എടുത്തുകൊണ്ട് അതിന്റെ മാർക്ക് വെച്ചിട്ട് ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്തിട്ട് അത് ആ ക്വസ്റ്റ്യൻസ് നോർമലൈസ് ചെയ്തിട്ടായിരിക്കും ടോട്ടൽ മാർക്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് അവർ നിശ്ചയിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് തരുന്നത് എന്താണ്? കാൻഡിഡേറ്റ്സ് ഫോർ പെർഫോമൻസ് ടെസ്റ്റ്, ടീച്ചിങ് സ്കിൽ ടെസ്റ്റ്, ട്രാൻസ്ലേഷൻ ടെസ്റ്റ്, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇതാണ് അടുത്ത കാറ്റഗറി. അപ്പൊ നിങ്ങൾ ഇനി വിളിക്കാൻ പോകുന്നത് ഒന്നാമത് നിങ്ങളുടെ മാർക്ക് നോർമലൈസ് ചെയ്യും. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് വെച്ചിട്ട് മാർക്ക് നോർമലൈസ് ചെയ്യും. രണ്ടാമത് നിങ്ങളെ ടീച്ചിങ്, അതായത് ഇപ്പൊ TGT, PGT, PRTക്കാരെ ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് ആയിരിക്കും. ഈ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് TGT, PGT, PRT ഉൾപ്പെട്ടിട്ടുള്ള മ്യൂസിക് ടീച്ചർ, ആർട്സ് ടീച്ചർ, ക്രാഫ്റ്റ് ടീച്ചർ അവർക്കൊക്കെയാണ് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്ലേഷൻ ടെസ്റ്റ് അത് ഹിന്ദി ട്രാൻസ്ലേറ്റർ പോലുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തവർക്കാണ് അത് നടത്തുന്നത്. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതോടുകൂടി കാര്യം കഴിയും. പിന്നെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഇടും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതായത് പെർഫോമൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്, ടാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെർഫോമൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് TST എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, ആർക്കൊക്കെയാണ് നടത്തുന്നത് ഞാൻ പറഞ്ഞു തന്നല്ലോ, എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. ഇനി അതിന്റെ പെർസെന്റേജും ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ടാറ്റിന്റെ പെർസെന്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ഇപ്പൊ കിട്ടിയ CBTയിൽ നിന്ന് 85% മാർക്കും രണ്ടാമത് നടത്തുന്ന TST ടീച്ചിങ് എബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ് നിന്ന് 15% മാർക്കും എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അത് മറ്റ് ടീച്ചേഴ്സിനായാലും സെയിം രീതി തന്നെയാണ്. ഓക്കെ, PT ടീച്ചറിനായിക്കോട്ടെ, ക്രാഫ്റ്റ് ടീച്ചറിനായിക്കോട്ടെ, ആർട്സ് ടീച്ചറിനായിക്കോട്ടെ, അവർക്കുള്ള പെർഫോമൻസ് ടെസ്റ്റിന്റെ 15% മാർക്കും നിങ്ങൾ ഇപ്പൊ എഴുതിയ CBTയുടെ 85% മാർക്ക് കൂടെ ചേർത്തിട്ടാണ് ലാസ്റ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ ടാറ്റിൽ അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റിൽ ചോദിക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് ആണെങ്കിൽ ടീച്ചിങ് എബിലിറ്റി, ടീച്ചിങ് മെത്തഡോളജി, കണ്ടന്റ് എക്സ്പെർട്ടൈസ്, അപ്രോപ്രിയേഷൻസ് ഓഫ് മെറ്റീരിയൽസ്, ഇൻകോർപ്പറേഷൻ ഓഫ് റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ദ ഡിസിപ്ലിൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പ്രസന്റേഷൻ സ്കില്ല്, ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കില്ല്, അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സബ്ജക്ട് മാറ്റർ, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റിവിറ്റി, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ ക്വാളിറ്റി. ഓക്കെ, അപ്പം ഇത് ഇത്രയും സബ്ജക്ട് ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് നടത്തുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് വിൽ asked to teach some topics of their subject through the PowerPoint presentation in front of the committee. Topics will be decided by the committee on the spot. അതായത് നിങ്ങൾ ടാറ്റിൽ ചെല്ലുമ്പോൾ ഇത്രയും സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ കമ്മിറ്റി നിങ്ങളോട് ചിലപ്പോൾ ഒരു പ്രസന്റേഷൻ ക്ലാസ് എടുക്കാൻ പറയും. The candidates will given sufficient time to prepare and will be asked to use PowerPoint presentation or any other teaching aids as per the availability of equipments at the point of skill test.
ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ അവൈലബിൾ ആയിരിക്കുന്ന ഒന്നുകിൽ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ടീച്ചിങ് എയ്ഡാണോ അവിടെയുള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ എന്താണ് മോഡൽ ക്ലാസ് എടുത്തു കൊടുക്കണം ഇത്രയും സബ്ജക്റ്റുകളിൽ. അത് ആ സബ്ജക്ട് അതിന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ 15 മുതൽ 30 മിനിറ്റ് വരെയുള്ള ആ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടക്ട് ചെയ്യണം. ഓക്കെ, അപ്പം ആ സ്കിൽ ടെസ്റ്റിന് 150 മാർക്കിനാണ് സ്കിൽ ടെസ്റ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ CBT 100 മാർക്കിനാണല്ലോ നടത്തിയത്, സ്കിൽ ടെസ്റ്റ് 150 മാർക്കിനാണ്. ഓക്കെ, ദർ വിൽ നോട്ട് ബി എനി മിനിമം ക്വാളിഫൈ മാർക്ക് ഫോർ സ്കിൽ ടെസ്റ്റ്. ഈ 150 മാർക്കിൽ ക്വാളിഫൈ മാർക്ക് ഒന്നുമില്ല. ഹവർ വെയിറ്റേജ് ഓഫ് സ്കിൽ ടെസ്റ്റ് ഷുഡ് ബി 15. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 15%. 150ന്റെ 15% എന്ന് പറയുമ്പോൾ 22.5 മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. ഓക്കെ, വെയിറ്റേജ് കിട്ടണമെങ്കിൽ ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് സ്കിൽ ടെസ്റ്റ് ക്യാൻ ബി വീഡിയോഗ്രാഫ്ഡ്. അത് അവർ വീഡിയോഗ്രാഫ് ചെയ്യുകയോ മറ്റൊക്കെ ചെയ്ത് നിങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകളും മറ്റും. ഇതാണ് ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് നിങ്ങൾക്ക് ഇനി വരാൻ, അതായത് 40 മാർക്കിന് മുകളിൽ കിട്ടിയവരും 30 മാർക്കിന് മുകളിൽ കിട്ടിയവരും 25 മാർക്കിന് മുകളിൽ കിട്ടിയവരും 3-4 കാറ്റഗറി. ഓക്കെ, നിങ്ങൾക്ക് നടത്താൻ പോകുന്ന ടെസ്റ്റ് ഇതാണ് ഇനി. ഓക്കെ, ഇതാണ് ഇനി നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഇനി അടുത്തത് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മ്യൂസിക് ടീച്ചറിന് നിങ്ങളുടെ മ്യൂസിക് ചെയ്യണം. ഓക്കെ, ആർട്സ് ടീച്ചറിന് ചെയ്ത് കാണിക്കണം നിങ്ങളുടെ സ്കിൽസ്, പ്രസന്റേഷൻ സ്കിൽസ്, സിംഗിങ് സ്കിൽസ്, playing the various instrumental music, presentation skills, coordination, expression, energy level, rhythm experimentation of forms, imagination, innovation and artistic temperament. ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുമായിട്ട്, അതായത് ആർട്സ് ടീച്ചറും ക്രാഫ്റ്റ് ടീച്ചറും മ്യൂസിക് ടീച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പെർഫോമൻസ് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്ത് കാണിക്കണം. അതിന്റെ മാർക്കും അനലൈസും ഒക്കെ വരുന്നത് 100 മാർക്കിനാണ്. അത്തരത്തിലുള്ള ടീച്ചേഴ്സിന് 100 മാർക്കിനാണ് വരുന്നത്. പിന്നെ there will not be any minimum. നേരത്തെ പറഞ്ഞതുപോലെ ടാറ്റിന്റെ പോലെ തന്നെ ഇതിലും TSTയുടെ പോലെ തന്നെ ഇതിലും ക്വാളിഫൈ മാർക്ക് ഒന്നുമില്ല. ബട്ട് 25% ടോട്ടൽ മാർക്കാണ് നിങ്ങളുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അതായത് 100ൽ 25 വാങ്ങിച്ചിരിക്കണം നിങ്ങൾക്ക് വെയിറ്റേജ് കിട്ടണമെങ്കിൽ. ഓക്കെ, ടെസ്റ്റ് ചെയ്തും നിങ്ങൾക്ക് വീഡിയോഗ്രാഫ് ചെയ്യാം, അവര് വീഡിയോ എടുക്കാം നിങ്ങളുടെ ഈ പെർഫോമൻസ് നടത്തുന്ന കാര്യം. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ, ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് മാർക്ക് നോർമലൈസേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അതാ ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ഷാൽ ബി പാസ്ഡ് ഓൺ ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ഇൻ ദ CBT പെർഫോമൻസ് ടെസ്റ്റ്, ടീച്ചിങ് സ്കിൽ ടെസ്റ്റ്, ട്രാൻസ്ലേഷൻ ടെസ്റ്റ്, അതായത് ഓരോ കാറ്റഗറിക്ക്. ഹവർ സംടൈംസ് ദ എക്സാമിനേഷൻ മേ ബി കണ്ടക്ടഡ് ഇൻ മൾട്ടി സെഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 6 സെഷൻ ആയിട്ടാണ് നടത്തിയത്, 6 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഇഫ് മൾട്ടിപ്പിൾ സെഷൻ ഓഫ് CBT ആർ കണ്ടക്ടഡ് then the mark will be normalized. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. 6 ഷെഡ്യൂൾ ആയിട്ടാണ് എക്സാം നടത്തിയത്, അത് 6 ഷിഫ്റ്റ് ആയിട്ടാണ് നടത്തിയത്, അതുകൊണ്ട് തന്നെ അത് നോർമലൈസ് ചെയ്യും. ഇൻ സച്ച് എ സിനാരിയോ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജ് DV ഷാൽ ബി ബേസ്ഡ് ഓൺ ദി നോർമലൈസ്ഡ് മാർക്ക്. അപ്പം ആദ്യം നോർമലൈസേഷൻ നടത്തി, നിങ്ങളുടെ ടാറ്റ് നടത്തി, അല്ലെങ്കിൽ ടീച്ചർ എബിലിറ്റി ടെസ്റ്റ് അത് നടത്തി, അല്ലെങ്കിൽ PT പെർഫോമൻസ് ടെസ്റ്റ് നടത്തി, അതിനുശേഷം മാർക്ക് നോർമലൈസ് ചെയ്ത് എല്ലാം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ DVക്ക് ക്ഷണിക്കുക. DV മീൻസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ക്ഷണിക്കുന്നതാണ് 4ാമത്തെ സ്റ്റെപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ അതിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയായിരുന്നു, എന്തെല്ലാം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. അതിന്റെ ഡാറ്റാസ് കൊടുത്ത് അതെല്ലാം അവിടെ പ്രസന്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അതിന്റെ കൂട്ടത്തൊരു കാര്യം എപ്പോഴും ചോദിക്കുന്നത്, അതായത് നിങ്ങളുടെ നോൺ ക്രിമിലിയർ അയച്ചിട്ടുള്ളവർ നോൺ ക്രിമിലിയർ വേണം, ദിവ്യാംഗർക്കുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടവർ അത് വേണം, SC/ST സർട്ടിഫിക്കറ്റ് വേണ്ടവർ അത് വേണം, മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ രീതിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കണം. മൂന്നാമതായിട്ട് ഒരു കാര്യം ഇവിടെ എപ്പോഴും പലരും ചോദിച്ചിട്ടുള്ളത്, അപ്പോയിന്റ്മെന്റ് ഓഫ് റെയിൽവേ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. സെലക്ടഡ് ഈ സബ്ജക്ട് ടു ദെയർ പാസിംഗ് റിക്വസ്റ്റ് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ടു ബി കണ്ടക്ടഡ് ബൈ ദി റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ, ഫൈനൽ വെരിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ദ ആന്റിസെൻസ് ക്യാരക്ടേഴ്സ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. അതായത് നിങ്ങളുടെ കേസുകളിലൊക്കെ മറ്റൊക്കെ അകപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പ്ലീസ് ദാറ്റ് RRB only recommended names of the empaneled candidates. നോർമലായിട്ട് എല്ലാ ഏജൻസികളിലും ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്.
ഓക്കെ, നിങ്ങൾ ക്രിമിനൽ കുറ്റത്തിൽ വല്ല അകപ്പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കും, ആ കാര്യങ്ങൾ നോക്കും. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് ഒന്നുമില്ല, നിങ്ങൾ പഠിപ്പിക്കാൻ യോഗ്യരാണ്. അല്ലാതെ റെയിൽവേയുടെ മറ്റ് ടെക്നിക്കൽ പോസ്റ്റ് നടത്തുന്നത് പോലുള്ള മെഡിക്കൽ ടെസ്റ്റ് അല്ല, സിമ്പിൾ നോർമൽ. നമ്മൾ ഏതിന് പോയി കഴിഞ്ഞാലും, നമ്മൾ PSC ആയി കഴിഞ്ഞാലും UPSC ആയി കഴിഞ്ഞാൽ എല്ലാത്തിനും ചെയ്യുന്ന ഒരു നോർമൽ പ്രൊസീജിയർ അത്രേ ഉള്ളൂ. അതും കൂടി ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് ഈ എംപാനലിലേക്ക് വിടുകയും നിങ്ങളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തി നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത്രയും പ്രോസസ്സുകളാണ് ഇനി നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ടാറ്റ് എന്താണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ നോർമലൈസേഷൻ ഓഫ് ദ മാർക്ക് എന്താണെന്ന് മനസ്സിലായി, TST അല്ലെങ്കിൽ ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് TST എന്താണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ TAT ടീച്ചിങ് എബിലിറ്റി ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലായി, അതിൽ ചോദിക്കുന്ന സബ്ജക്റ്റുകൾ ഏതാണെന്നൊക്കെ മനസ്സിലായി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയുമായിട്ട് ബന്ധം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ഇനി എന്ത്, ഞാൻ CBT കഴിഞ്ഞു, മാർക്ക് എപ്പോ വരും, ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി. ഇനി ഈ CBTയുടെ റിസൾട്ട്, ഇപ്പൊ മാർക്കാണല്ലോ വന്നത്, ഇനി ഇതിന്റെ റിസൾട്ട് എപ്പോ വരും? വളരെ പെട്ടെന്ന് വരും, നനച്ചിരിക്കാതെ വളരെ പെട്ടെന്ന് ഒക്ടോബറിൽ തന്നെ വരും. മിക്കവാറും ഒക്ടോബറിൽ തന്നെ നിങ്ങൾക്ക് TST നടക്കുകയും ചെയ്യും, അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ് നടക്കും, സ്കിൽ ടെസ്റ്റ് നടത്തും. ഓക്കെ, അതിനെ തുടർന്ന് തന്നെ DV നടക്കും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കും. അതായത് അടുത്ത ജൂണിൽ അപ്പോയിന്റ്മെന്റ് തരത്തക്ക രീതിയിലായിരിക്കും. അടുത്ത ജൂൺ മീൻസ് 2026 ജൂണിൽ അപ്പോയിന്റ്മെന്റ് തരത്തക്ക രീതിയിലായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരുപാട് വേക്കൻസികൾ നമ്മുടെ ടീച്ചിങ് മേഖലയിൽ വന്നിട്ടുണ്ട്. അത് സെൻട്രലൈസ്ഡ് ആണ് വന്നിട്ടുള്ളത് കൂടുതലും. അതുപോലെ നോൺ ടീച്ചിങ് ആയിട്ടുള്ള റെയിൽവേയുടെ തന്നെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഒരുപാട് ടീച്ചിങ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞു, നമ്മുടെ D+B വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നതാണ് D+B. EMRS-ഉം KVS-ഉം. EMRS ഓൾറെഡി വിളിച്ചു, അത് അപ്ലൈ ചെയ്യണം. KVS അതിന്റെ ബാക്കിൽ നിന്ന് വരും, NVS-ഉം വരും, അടുത്ത AES-ഉം വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ചാകരയാണ് ഈ ഒരു 6 മാസം എന്ന് പറയുന്നത്. ടീച്ചിങ്ങിന്റെ ഒരു ചാകരയാണ്. നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെയൊക്കെ സിലബസ് ഏകദേശം എല്ലാം സെയിം ആണ്. എക്സാം പാറ്റേൺസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നെഗറ്റീവ് മാർക്കിങ്ങിലൊക്കെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന 2026 ജൂണോട് കൂടി നിങ്ങൾക്കൊരു PRTയോ TGTയോ PGTയോ ഒരു നോൺ ടീച്ചിങ്ങിലെ JSIയോ ഒരു ഫീമെയിൽ വാർഡനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നോൺ ടീച്ചിങ് പോസ്റ്റിലോ ഒക്കെ നിങ്ങൾക്ക് ലൈബ്രറിയനോ ഒക്കെ ആയിട്ട് മാറുവാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ ശ്രമിക്കുക. ഇതിൽ RRBയിൽ ഇത്രയും മാർക്കുള്ളവര് നിങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിലുള്ളവർക്ക് അതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് വരുന്ന ക്ലാസ്സുകൾ ലൈവുകൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു ആൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.